ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന. സ്വർണം പൂശിയ പാളികളുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താൻ SITക്ക് ഹൈക്കോടതി അനുമതി നൽകി. വ്യാഴാഴ്ച സാമ്പിളുകൾ ശേഖരിച്ച് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താനാണ് അനുമതി. അതേസമയം കേസിലെ 5ാം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നുമായി 989 ഗ്രാമല്ല 1.5 കിലോയിലേറെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞത്. എന്നാൽ എത്ര സ്വർണമാണെന്നതിൽ കൃത്യമായ അളവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം പാളികൾ മാറ്റിയോ എന്നതിലും കൃത്യതയില്ല. പല പാളികളിലും മെർക്കുറിയുടെ അംശം തീരെ ഇല്ലാത്തതുകൊണ്ട് ആ പാളികൾ മാറ്റിയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നായിരുന്നു VSSയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി. പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയാത്തതിനാൽ വ്യക്തത നൽകാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ പങ്കുവച്ച 2 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളിലുമുണ്ട്. വ്യക്തത വരുത്തണമെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിൽ പരിശോധന നടത്തണമെന്ന് SIT ഹൈക്കോടതിയോട് ഇന്ന് ശുപാർശ ചെയ്തു. ഈ ശുപാർശ അംഗീകരിച്ച കോടതി വ്യാഴാഴ്ച സന്നിധാനത്ത് ചെന്ന് പാളികളിൽ നിന്നും മറ്റുരുപ്പടികളിൽ നിന്നുമായി സാമ്പിൾ ശേഖരിക്കാൻ SITക്ക് അനുമതി നൽകി. സ്വർണ്ണക്കൊള്ളയിലെ 5ാം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ അനുമതി. അതേസമയം കേസിൽ ഇതേവരെ 256 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും SIT അറിയിച്ചു. SIT തലവൻ ADGP H. വെങ്കടേഷ് നേരിട്ട് ഹാജരായാണ് ഹൈക്കോടതി അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ ഇന്ന് ധരിപ്പിച്ചത്. ഈ മാസം 19 തന്നെ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.